നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 3 മലയാളികൾ ഉൾപ്പെടെ 38 പേരുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നതാണ്. 3 മലയാളികൾക്ക് ഗുജറാത്തിൽ വധശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും, കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു കേസാണ്. എന്തോ ഒരു പുതിയ കാര്യം പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ചില മാധ്യമങ്ങൾ ഈ ഭീകരരെ ഇവർ മലയാളികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മലയാളികൾക്ക് കേസുമായി ബന്ധമില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവരുടെ വാദമുഖങ്ങൾ ഗുജറാത്ത് കോടതി കേട്ടില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാവപ്പെട്ട മലയാളികൾക്ക് ഗുജറാത്ത് പോലീസ് എന്തോ വലിയ, അല്ലെങ്കിൽ ഗുജറാത്ത് കോടതി എന്തോ വലിയ ശിക്ഷ കൊടുത്തിരിക്കുന്നു എന്ന രീതിയിൽ ഏതോ വിദേശ രാജ്യത്ത് പോയി കേസിൽ അകപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അഹമ്മദാബാദ് സ്ഫോടന കേസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കേസാണ്. അന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു കേസാണ്. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ വൻ സ്ഫോടന പരമ്പര തന്നെ നടന്നത്. ജൂലൈ 26 ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ 21 ഇടങ്ങളിൽ 21 സ്ഫോടനങ്ങൾ നടന്നു എന്നതാണ് ആ കേസ്. ആശുപത്രികളിൽ പോലും ബോംബ് വെച്ചിരുന്നു എന്നതാണ്. ആശുപത്രികളെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഭീകരാക്രമണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അന്ന് നടന്നത്. ഈ ആക്രമണങ്ങളിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. 246 പേർക്ക് പരിക്കേറ്റു. ഇവർ പലരുടെയും ആരോഗ്യനില, അല്ലെങ്കിൽ ഇവർക്ക് പലർക്കും വളരെ ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത്. ഇങ്ങനെയൊരു ആക്രമണമായിരുന്നു, ഇന്ത്യയുടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് അഹമ്മദാബാദിൽ നടന്നത്. ആക്രമണ പരമ്പര തന്നെ നടന്നു. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ പാനിക്കാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണ പരമ്പരയാണ്. ഈ ആക്രമണം നടന്ന് 19 ദിവസത്തിനുള്ളിൽ ഗുജറാത്ത് പോലീസ് പ്രതികളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഗുജറാത്ത് പോലീസിൻ്റെ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ബ്രാഞ്ച് യൂണിറ്റും അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ചേർന്നാണ് അന്ന് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടന്നത്. പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഗുജറാത്ത് പോലീസിന് അന്ന് തന്നെ ലഭിച്ചിരുന്നു. സൂററ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗ്, ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഒരു കാറ്, അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ പൊതിയാൻ ഉപയോഗിച്ച പത്രത്താളുകൾ, ഇതിൽ നിന്നെല്ലാം പ്രതികൾ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഹിൻഡുകളുമെല്ലാം പോലീസിന് ലഭിച്ചു. ഇതനുസരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണം, തെളിവ് ശേഖരണം, ഇതിൽ നിന്നെല്ലാം പ്രതികളെല്ലാം പിടിയിലാവുകയായിരുന്നു. 2022 തന്നെ അഹമ്മദാബാദ് പ്രത്യേക കോടതി ഈ കേസിൽ വിധി പറഞ്ഞു. 38 പേർക്കും വധശിക്ഷ. 3 മലയാളികൾക്ക് ഉൾപ്പെടെ 38 പേർക്ക് വധശിക്ഷ. മാത്രമല്ല 11 പേർക്ക് ജീവപര്യന്തം. അതിലും ഒരു മലയാളിയുണ്ട്. 3 മലയാളികളെന്ന് പറഞ്ഞാൽ കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയായ സഹോദരങ്ങൾ ഷിബിലിയും സാദുലിയും, അതോടൊപ്പം തന്നെ മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ. ഇവരാണ് വധശിക്ഷയിൽ ഉൾപ്പെട്ട 38 പേരിൽ 3 മലയാളികൾ. ഇവർ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളവരാണ്. ഈരാറ്റുപേട്ടയിലെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് അന്നു മുതൽ പഴക്കമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടക്കാരായ ഈ സഹോദരങ്ങൾ വലിയ നിരപരാധികളാണ് എന്നൊക്കെ മാറ്റാനുള്ള, ഇവരെ വെള്ളപൂശാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മാത്രമേ ഉള്ളൂ. അഹമ്മദാബാദ് കോടതി വിധി പറഞ്ഞതാണ്. കൃത്യമായ തെളിവുകൾ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് അന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയത്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നോർക്കണം. 19 ദിവസത്തിനുള്ളിൽ പോലീസിനെ കൊണ്ട് പ്രതികളെ പിടിപ്പിച്ചു. 78 പ്രതികളാണ് ഉണ്ടായിരുന്നത്. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ 28 പേരെ വെറുതെ വിട്ടു. അതൊഴിച്ചാൽ പഴുതടച്ച അന്വേഷണം, മാതൃകാപരമായ ശിക്ഷ ഈ പറയുന്ന ഭീകരന്മാർക്ക് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും എല്ലാമാണ് നടന്നിരിക്കുന്നത്. NIA ഇല്ല, കേന്ദ്രസേനയില്ല, കേന്ദ്രസേനയോ വരണമെന്ന മുറവിളിയില്ല, ഒന്നുമില്ല. ഗുജറാത്ത് പോലീസ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൽ എല്ലാ മലയാളികൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ കേസ് കള്ളക്കേസാണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ മലയാളികളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ എലമെൻറ്റുകൾ ഉള്ളത്, കേരളത്തിലാണ് എന്ന് നമ്മൾ പിന്നീട് കണ്ടു. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവർ സംഘടനകൾ നിരോധിക്കപ്പെട്ടത്, ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേരുകൾ ഉണ്ടായിരുന്നതൊക്കെ കേരളത്തിലാണ്. അന്നും ഇന്നും അത്തരത്തിലുള്ള ചില തീവ്രവാദ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ എലമെൻറ്റുകളാണ് ഗുജറാത്തിൽ ആക്രമണം നടത്തിയത്.
നടത്തിയത്. എന്തിനായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്? നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ മറ്റൊരു വേർഷനായ, സിമി നിരോധിച്ചപ്പോൾ മറ്റൊരു പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് ഗുജറാത്തിൽ ഈ സ്ഫോടന പരമ്പര നടത്തിയത്. ഗുജറാത്ത് കലാപത്തിന് നരേന്ദ്രമോദിക്ക് പകരം വീട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണത്രേ ഈ സ്ഫോടനം നടന്നത്. അങ്ങനെ നിരപരാധികളുടെ ജീവനെടുത്ത ജിഹാദി ആക്രമണമായിരുന്നു ഈ പറഞ്ഞ 2008 ജൂലൈ മാസം 26 നടന്നത്. മരിച്ചത് 56 നിരപരാധികൾ ആണ് എന്നോർക്കണം. ഈ ആക്രമണത്തിൻ്റെ കേസിൽപ്പെട്ട ആളുകളാണ് 2022 തന്നെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കേസിൽപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ ഈ 2026 കിടന്ന് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അതും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുമ്പോൾ വിചാരണ കോടതി വിധിയാണ് പുറത്തു വന്നതെങ്കിൽ അവരെ വെള്ളപൂശാൻ ശ്രമിക്കാമായിരുന്നു. അവരുടെ ആരോപണങ്ങൾ, അവരുടെ വാദമുഖങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചപ്പോഴാണ് ഇവിടെ വീണ്ടും ഈ പ്രതികളെ രക്ഷിക്കാനും വെള്ളപൂശാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും പ്രതിഭാഗം സുപ്രീം കോടതിയിലും പോകുമെന്നുറപ്പാണ്. സുപ്രീം കോടതിയിൽ പോകും, അവിടെ പോയി ദയാഹർജി കൊടുക്കും, പിന്നെ ഈ വധശിക്ഷയൊക്കെ ശരിവെക്കും, പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജിയായി, പിന്നീട് മറ്റ് പല മാർഗങ്ങളും ഉണ്ടല്ലോ, പെറ്റീഷൻ, റിവ്യൂ പെറ്റീഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല പെറ്റീഷനുകളൊക്കെ താണ്ടി ഇവരെന്തായാലും വധശിക്ഷയിലേക്ക് വരും എന്നുറപ്പാണ്. 38 പേരെ ഒരുമിച്ച് ഒരു കേസിൽ ഒരേ സമയം വധശിക്ഷയ്ക്ക് വിധിക്കുന്നതൊക്കെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമാണ്. അങ്ങനെ ഒരു അസാധാരണമായ സംഭവം നടക്കണമെങ്കിൽ അതിന് പിന്നിൽ അന്വേഷണം നടത്തിയ ടീമിൻ്റെ ശക്തി ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. ഒരു പഴുതുമില്ലാതെ, ഒരു കോടതിക്കും ഒന്നും പറയാൻ കഴിയാത്ത അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. 2 കോടതികൾ, വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു, അതിലൊരാളെ പോലും വെറുതെ വിടാതെ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. 11 പേരുടെ ജീവപര്യന്തവും ശരിവെച്ചിരിക്കുന്നു. ഈ ഒരു കേസിൽ എന്തോ ഒരു പുതിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനും ഗുജറാത്തിൽ, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ മുസ്ലിങ്ങളായ മലയാളികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ രീതിയിൽ, കള്ളക്കേസിൽ കുടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധ്വനി ഉണ്ടാകുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ചില അതിശയോക്തികളുണ്ട്. അത് അപലപിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വിശദാംശങ്ങൾ പറയേണ്ടി വന്നത്. എന്നായാലും രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ സ്ഫോടന പരമ്പരയാണ് അഹമ്മദാബാദ് സ്ഫോടന പരമ്പര. ആ സ്ഫോടന പരമ്പരയിൽപ്പെട്ട പ്രതികളാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതും ഗുജറാത്ത് ഹൈക്കോടതി ആ വധശിക്ഷ ശരിവച്ചിരിക്കുന്നതും.